നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താലും റാഷിദ് നഷ്മദിനോവും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1961-ലാണ്. ഈ ഗെയിം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സന്ദീപ് മോഹൻ എന്ന സുഹൃത്ത് നമ്മുടെ എല്ലാ വീഡിയോകളിലും സ്ഥിരമായി കമൻറ്റ് ചെയ്യാറുണ്ട്. എന്നാലും ഇത് കുറച്ച് പ്രത്യേകതകളുള്ള ഗെയിമായത് കാരണം മാറ്റിവെച്ചൊക്കെയായിരുന്നു. നമുക്കിനി ഗെയിമിലേക്ക് പോകാം. ഈ ഗെയിമിൽ മിഖായൽ താൽ ബ്ലാക്ക് സൈഡും നഷ്മദിനോവ് വൈറ്റ് സൈഡുമാണ് കളിക്കുന്നത്. ഈ ഗെയിം നമുക്ക് ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്ന് കണ്ടു നോക്കാം. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. D5 മൂവ് ചെയ്തുകൊണ്ട് C5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് നൈറ്റ് പോയി തിരിച്ചു കിട്ടുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിൻ്റെ കാരിയസ് വേരിയേഷൻ ആണ്. താലിവിടെ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓപ്പൺ വേരിയേഷനിലേക്ക് മാറുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ B5 സ്കോറിലേക്ക് വൈറ്റിന് 3 പീസുകൾ വെച്ച് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ A6 മൂവ് ചെയ്തുകൊണ്ട് ഈ B5 സ്കോർ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാം. അതുമല്ലെങ്കിൽ ഡെവലപ്പ് ആവാത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. എന്നാൽ താലിവിടെ ഈ B5 സ്കോർ കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം E6 മൂവ് ചെയ്യുന്നു. ഇവിടെ നഷ്മദിനോവ് കിങ് സൈഡിലേക്ക് കാസ്റ്റിംഗ് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. താൽ A6 മൂവ് ചെയ്തുകൊണ്ട് ഈ B5 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് കിങ് സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇതോടെ ഗെയിം ഒരു 7 ഇൻഗൻ സെറ്റപ്പിലേക്ക് വന്നൊക്കെയാണ്. ഇവിടെ ബ്ലാക്ക് ക്വീനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് F4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം കിങ് സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നതാണ് ബ്ലാക്കിൻ്റെ മെയിൻ മൂവ്. എന്നാൽ താലിവിടെ മാറി ചിന്തിക്കുകയാണ്. ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം ഡെവലപ്പ് ആവാത്ത നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ വേരിയേഷനിൽ 200-ൽ കൂടുതൽ ഗെയിമുകൾ നടന്നിട്ടുണ്ട്. അവിടെ കൂടുതൽ പ്ലെയേഴ്സും ബിഷപ്പിനെ F3ലേക്ക് കൊണ്ടുവന്ന് E4ലെ പോണിന് ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ നഷ്മദിനോവ് ഇവിടെ ഞെട്ടിക്കുന്നൊരു തീരുമാനം എടുക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ബിഷപ്പിനെ F3ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം G4 മൂവ് ചെയ്യുന്നു. ഇത് ശരിക്കും ഒരു ഷോക്കിംഗ് മൂവ് തന്നെയായിരുന്നു. കാരണം ഈ മൂവോടെ വൈറ്റിൻ്റെ കിങ് സൈഡ് ഇവിടെ നല്ലോണം വീക്കായിരിക്കുകയാണ്. ഇത് അന്ന് വരെ ഒരു പ്ലെയറും ട്രൈ ചെയ്തിട്ടില്ലാത്ത വേരിയേഷനും കൂടെയാണ്. അതിപ്പോൾ ആദ്യമായി ട്രൈ ചെയ്തിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് പ്ലെയറായ മിഖായൽ താലിനെതിരെയാണ്. താലിനെ സംബന്ധിച്ചിടത്തോളം എതിരാളിയുടെ കിങ് സൈഡിൽ വീക്ക്നെസ് ഇല്ലെങ്കിൽ അവിടെ വീക്ക്നെസ് ഉണ്ടാക്കി അറ്റാക്ക് ചെയ്യുന്നൊരു പ്ലെയറാണ്. താൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ടൈമും കൂടെയാണ്. നമുക്കിനി ഗെയിമിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം അടുത്ത മൂവിൽ G5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ വേറെ സ്കോറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നൈറ്റിന് G8 സ്കോറിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ H6 മൂവ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കാനേ ഉള്ളൂ. എന്നാൽ താൽ ഇവിടെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. ഒരു കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. B5 മൂവ് ചെയ്യുന്നു. ഈ മൂവിന് പിന്നിൽ 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഇവിടെ ബ്ലാക്കിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തത് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിനും പോൺ വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നഷ്മദിനോവ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം A3 മൂവ് ചെയ്തുകൊണ്ട് B4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ താൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4ലെ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് G5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന് നൈറ്റ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ നൈറ്റ് ഉപയോഗിച്ച് E4ലെ പോണിനെ ഇട്ടെടുക്കാൻ പറ്റും. കാരണം ആ പോണിനെതിരെ ഇപ്പോൾ 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. ആ പോണിന് വൈറ്റിൻ്റെ ഒരു നൈറ്റിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നഷ്മദിനോവ് ഇപ്പോഴും പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ F3ലേക്ക് കൊണ്ടുവന്ന് E4ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. താൽ E4 പോണിനെതിരെയുള്ള അറ്റാക്ക് വീണ്ടും സ്ട്രോങ് ആക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ C5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. നഷ്മദിനോവ് ഇവിടെ വീണ്ടും ഒരു ഡിഫൻസിലേക്ക് പോവുകയാണ്. ക്വീനെ E2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ E4 പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ആ പോണിന് 3 പീസുകളുടെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ താൽ മറ്റൊരു അറ്റാക്കിലേക്ക് പോവുകയാണ്. E5 മൂവ് ചെയ്തുകൊണ്ട്
വൈറ്റിൻ്റെ നൈറ്റിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോണിട്ടാണെങ്കിൽ ഡി പോൺ ഉപയോഗിച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് നഷ്മദിനവും ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോൺ കിട്ടുന്നില്ല, പകരം നൈറ്റിനെ F5 കൊണ്ടുവരുന്നു. താൽ ആ നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുകയാണ്. G6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നഷ്മദിനവും ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല, പകരം പോൺ ഉപയോഗിച്ച് പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ താൽ ആദ്യം ഈ അറ്റാക്ക് ഒഴിവാക്കുകയാണ്. അതിനായിട്ട് പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് ഒഴിവായിട്ടുണ്ട്. എന്നാൽ വൈറ്റിൻ്റെ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലാണ്. അതുകൊണ്ട് നഷ്മദിനവും നൈറ്റിനോടൊന്ന് മാറ്റാണ്. നൈറ്റിനെ H6 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റ് ബോർഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ചെസ്സിലെ അടിസ്ഥാന തത്വങ്ങൾ പ്രകാരം ബോർഡിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന നൈറ്റുകൾ വളരെ ശക്തിയുള്ളതും സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന നൈറ്റുകൾ വളരെ ശക്തി കുറഞ്ഞ നൈറ്റുകളാണ്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് ഇപ്പോഴും E8 ഉള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ നൈറ്റിന് F7 ഒരു കൺട്രോൾ ഉള്ളത് എപ്പോഴായാലും അപകടം തന്നെയാണ്. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ തിരിച്ചു കെട്ടിയെടുക്കാം. അതിനുശേഷം ബിഷപ്പിനെ G7 കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കിനും അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ താലിപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ E6 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ E6 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തത് ഈ C5 ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനും ക്വീനും എപ്പോൾ വേണമെങ്കിലും വൈറ്റിൻ്റെ കിങ്ങുള്ള ഈ ഡയഗണിലേക്ക് വരാൻ കഴിയും. രണ്ടാമത്തത് ഇപ്പോൾ ബ്ലാക്കിന് നൈറ്റ് ഉപയോഗിച്ച് G5 ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മൂവിൽ G5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാം. അതോടെ വൈറ്റിന് ബിഷപ്പ് വെച്ച് ഈ നൈറ്റിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു അറ്റാക്കുള്ളതുകൊണ്ട് തന്നെ ആ നൈറ്റിനെ തിരിച്ചു പോകേണ്ടി വരും. ഇനി മൂന്നാമത്തത് ബ്ലാക്കിന് വേണമെങ്കിൽ നൈറ്റിനെ D4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യാനും അവസരമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും നഷ്മദിനോവിനെ ബാധിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നതിന് പകരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ബിഷപ്പിനെ G2 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ F6 നൈറ്റിനെതിരെ ഒരു ഡിസ്കബിൾ അറ്റാക്ക് കൊടുക്കുന്നു. ഇത് ഗെയിമിൻ്റെ 16ാമത്തെ മൂവാണ്. ഇതുവരെ രണ്ടുപേരും തുല്യമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രണ്ടുപേർക്കും തുല്യ സാധ്യതകൾ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നൈറ്റിനെ F4 മൂവ് ചെയ്തുകൊണ്ട് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നതായിരുന്നു ബ്ലാക്കിൻ്റെ നല്ല മൂവ്. എന്നാൽ താലിവിടെ ഈ അറ്റാക്ക് നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം ഈ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നൈറ്റ് വെച്ച് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നെന്ന് വളരെ വേഗത്തിൽ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് വെച്ചാണ് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു കൂട്ട എക്സ്ചേഞ്ചിലേക്ക് പോകാം. അതായത് വൈറ്റിന് ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം ആ നൈറ്റിനെ വിട്ടെടുക്കാം. ബ്ലാക്ക് പോൺ പേജ് തിരിച്ചു കിട്ടുമ്പോൾ E5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കും അതുപോലെ ബിഷപ്പിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്കും വരും. ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് സോൾവ് ചെയ്യുന്നതിന് നൈറ്റിനെ D5 മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നൈറ്റ് വെച്ച് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് വെട്ടാം. എങ്ങനെ തന്നെ വെട്ടിയാലും ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടാം. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടുമ്പോൾ ബ്ലാക്കിന് ക്വീനെ C5 കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കാൻ കഴിയും. ഇപ്പോഴും ഗെയിമിൽ രണ്ടുപേർക്കും തുല്യ സാധ്യതകൾ തന്നെയാണ്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ഈ അറ്റാക്ക് ഒഴിവാക്കുന്നതിനായിട്ട് താൽ ബിഷപ്പിനെ G7 കൊണ്ടുവന്നാണ് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് താലിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്ന റാഷിദ് നജ്മുദ്ദീനോവും താലിനെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ്. അദ്ദേഹം ഇവിടെ വളരെ മികച്ചൊരു മൂവിലൂടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം എങ്ങനെയാകും അദ്ദേഹം അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ അദ്ദേഹം ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. താലിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനെ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്.
നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ഈ സപ്പോർട്ടില്ലാത്ത ബിഷപ്പിനെയും ക്വീനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റ് നോട്ടാണെങ്കിൽ വൈറ്റിന് പോണ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ബ്ലാക്കിനെ നൈറ്റിനെതിരെ തിരിച്ചറ്റാക്ക് കൊടുക്കുക. നൈറ്റ് ഇപ്പോൾ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ D6 വരുന്നതോടെ ക്വീനെതിരെ ഡയറക്റ്റ് അറ്റാക്കും റൂക്കിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്കും വരും. അല്ലാതെ ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് വരുമ്പോൾ നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിലും വൈറ്റിന് ക്വീനെ F2ലേക്ക് മൂവ് ചെയ്യാം. അപ്പോഴും ഇങ്ങനെ ഒരു ഡിസ്കവേർഡ് അറ്റാക്കുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിനായിട്ട് ഇപ്പോൾ ക്വീനെ D6ലേക്ക് കൊണ്ടുവന്ന് ഈ പോണിനെ സ്റ്റോപ്പ് ചെയ്താലും വൈറ്റിന് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഈ നൈറ്റിന് രക്ഷപ്പെട്ടു പോകാനായിട്ട് യാതൊരു സ്കോറും ബാക്കിയില്ല. എല്ലാ സ്കോറുകളിലും വൈറ്റിൻ്റെ പീസുകൾക്ക് കൺട്രോളുണ്ട്. വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റ് നോട്ടുമ്പോൾ ബ്ലാക്കിന് ഈ പോണ വെച്ചിനെ തിരിച്ചോട്ട് തരും. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിൻ്റെ ഫയലും ഓപ്പൺ ആയിട്ടുണ്ട്. കിങ് സെൻട്രൽ തന്നെ ആയത് കാരണം നല്ലൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ H6ലുള്ള വൈറ്റിൻ്റെ നൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മാറും. ഈ നൈറ്റിന് F7ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റിന് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്നിടുന്ന പോലെ തന്നെ വേണമെങ്കിൽ F1ലേക്ക് കൊണ്ടുവന്നും ഈ ബിഷപ്പിനെതിരെയും അല്ലെങ്കിൽ F7ലെ പോണെതിരെയും സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ഈ ബിഷപ്പിന് ഇപ്പോൾ ക്വീൻ്റെ സപ്പോർട്ട് അത്രയേ ഉള്ളൂ. വൈറ്റിൻ്റെ റൂക്ക് കൂടെ F1ലേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ അറ്റാക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മാറും. അങ്ങനെയെല്ലാം അറ്റാക്കിന് സാധ്യതയുള്ളതുകൊണ്ട് താലിവിടെ ബിഷപ്പ് വെച്ച് നൈറ്റ് നോട്ടുന്നില്ല. പകരം ക്വീനെ D1ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നഷ്മദിനവ് അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ഒക്കെയാണ്. ക്വീനെ F2ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ്. കാരണം ഇപ്പോൾ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല. അങ്ങനെ മാറുകയാണെങ്കിൽ ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ക്വീൻ ഉപയോഗിച്ച് F7ലെ പോണിട്ട് ചെക്ക് വരികയും അപ്പോൾ തന്നെ ചെക്ക് മാറ്റാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ അറ്റാക്കിൽ നിന്നും ബിഷപ്പിനെ ഇപ്പോൾ മാറ്റാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ആ ബിഷപ്പിന് വേറെ യാതൊരു പീസ് ഉപയോഗിച്ചും സപ്പോർട്ട് കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് താൽ ഈ അറ്റാക്ക് നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാണ്. നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നഷ്മദിനവ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റ് നോട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ വേണമെങ്കിൽ വൈറ്റിനെ ക്വീൻ വെച്ച് ആ പോണിൻ്റെ എടുത്തുകൊണ്ട് വീണ്ടും അതേ അറ്റാക്ക് തന്നെ കൊടുക്കാമായിരുന്നു. എന്നാൽ നഷ്മദിനവ് ഇപ്പോൾ ക്വീൻ വെച്ച് ആ പോണിൻ്റെ എടുക്കുന്നില്ല. പകരം ഇവിടെ പോണിനെ സാക്രിഫൈസ് ചെയ്യാണ്. E5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ എന്തുകൊണ്ടാവും ക്വീൻ വെച്ച് ആ പോണിനെ വിട്ടെടുക്കാത്തത് എന്ന് നോക്കാം. വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് പോൺ വിട്ടെടുക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറുന്നതോടെ ബ്ലാക്കിന് ഈ ബിഷപ്പിനെ ഒരു ചെക്കോട് കൂടി അവിടെ നിന്ന് മാറ്റാൻ കഴിയും. D4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. വൈറ്റിൻ്റെ കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് വൈറ്റിൻ്റെ D5ലെ നൈറ്റിനെ വെട്ടിയെടുക്കാം. ഇപ്പോൾ ആ നൈറ്റ് അവിടെ നിന്ന് ഒഴിവായിട്ടുകൊണ്ട് അതുപോലെ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് F7ലേക്ക് ഒരു കൺട്രോളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റില്ല. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനൊട്ടിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്കും അതുപോലെ ഇങ്ങനൊരു മേറ്റ് ത്രെഡും വീണ്ടും കൊടുക്കുകയാണെങ്കിലും ബ്ലാക്കിന് ക്വീനെ F6ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്തുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും പറ്റും. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് വരികയാണെങ്കിൽ കിങ്ങിന് F1ലേക്ക് മാറാം. ഇങ്ങനെ ഡിഫൻസ് ബ്ലാക്കിനുള്ളതുകൊണ്ടാകും ഇവിടെ പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോണിനെ സാക്രിഫൈസ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ബിഷപ്പിനെ H4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ താലിപ്പോൾ ബിഷപ്പ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നില്ല. പകരം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് പോൺ ഇട്ടെടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തതോടെ ബ്ലാക്കിൻ്റെ F1ലെ പോണിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ പിൻ ചെയ്താലും F6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം ഈ മേറ്റിംഗ് ത്രെഡ് ഒഴിവാക്കാനും കഴിയുമെന്നാകും അദ്ദേഹം പ്ലാൻ ചെയ്തത്. എന്തായാലും ഗെയിമിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ നഷ്മദിനവ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ പിൻ ചെയ്യുന്നു. താൽ F6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്കിൻ്റെ എല്ലാ പ്രതിരോധങ്ങളും അവസാനിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസാണ് ചെയ്യുന്നത്. നൈറ്റ് ഉപയോഗിച്ച് F6ലെ പോണിനെ എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കാണ്. പോരാത്തതിന് ഈ ബിഷപ്പിനുള്ള സപ്പോർട്ടും നഷ്ടമായിരിക്കുകയാണ്.
ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ വൈറ്റിനെ അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ ഒട്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് താൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് നൈറ്റിനെ ഒട്ടെടുക്കുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇപ്പോഴും റൂക്കിൻ്റെ പിന്നിങ്ങിലാണ്. ഈ ബിഷപ്പിൻ്റെ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്വീനിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റിന് അടുത്ത മൂവിൽ ഒരു ചെക്കോടുകൂടി ആ ബിഷപ്പിനെ ഒട്ടെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ താൽ ഈ റൂക്കിൻ്റെ ഫയലിൽ നിന്നും കിങ്ങിനെ മാറ്റാണ്. കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ കിങ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിൻ്റെ പിന്നിങ് ഒഴിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്കിലാണ്. അതുകൊണ്ട് തന്നെ നശിമത്തിനോ ആ ബിഷപ്പിനെ ഒട്ടെടുക്കുകയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനെ ഒട്ടെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ഈ അറ്റാക്കിനെതിരെ അധിക സമയം പിടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താലിവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ക്വീനിനെ D8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് പല രീതിയിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ ക്വീനിനെ C5ലോ C4ലോ കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ക്വീൻ വെച്ച് F4ലെ പോണിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഈ ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലും വൈറ്റിന് തന്നെ വിജയിക്കാൻ സാധിക്കും. എന്നാൽ നഷ്മത്തിനവും ഇവിടെ വളരെ രസകരമായ രീതിയിൽ മറ്റൊരു എക്സ്ചേഞ്ചിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നഷ്മത്തിനവും ഇവിടെ എന്തായിരിക്കും മൂവ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നഷ്മത്തിനവും റൂക്കിനെ F5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ഈ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ പ്രധാനമായും രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ പോൺ വെച്ച് ആ റൂക്കിനോട് എടുത്തുകൊണ്ട് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കിങ്ങിനെ ഈ രണ്ട് സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറ്റാം. അല്ലാതെ ക്വീൻ വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് ക്വീനോട്ട് കൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ E7ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ E5ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ എന്തായാലും ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് D7ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് F7ലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാനായിട്ട് അധികം സ്ക്വയറുകളൊന്നുമില്ല. ഈ ഡയഗണലിലേക്ക് വൈറ്റിൻ്റെ ബിഷപ്പിന് കൺട്രോളുണ്ട്. ഇപ്പോൾ C8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതുള്ളൊരു ഓപ്ഷൻ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാണ്. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്താലും റൂക്ക് വെച്ച് ക്വീനോട്ട് ചെക്ക് വരികയും കിങ് എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ക്വീൻ C7ലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും എന്നുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം ആ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. അത് ശരിക്കും ഒരു സാക്രിഫൈസ് അല്ല, ഒരു എക്സ്ചേഞ്ച് ആണ്. വൈറ്റിൻ്റെ റൂക്ക് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ഒരു ചെക്കോട് കൂടി റൂക്കിനിട്ട് എടുക്കുകയാണ്. ക്വീൻ വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റിന് F7ലേക്ക് കണ്ടുള്ളതുകൊണ്ട് കിങ്ങിന് വേറെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ബ്ലാക്ക് കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനിനെ G7ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിന് E6ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D6ലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ D6ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് നൈറ്റിനെ F7ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ D6ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം E6ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ ഈ പൊസിഷനിൽ വൈറ്റ് പോൺ വെച്ച് പോണിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ കിങ് വെച്ച് വെട്ടാൻ പറ്റില്ല. ഈ ഡയഗണലിലേക്ക് ക്വീനിന് കൺട്രോളുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടേക്ക് ബിഷപ്പിന് കൺട്രോളുണ്ട്. 7ാം നിര മുഴുവൻ ക്വീനിൻ്റെ കൺട്രോളാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിപ്പോൾ D6 സ്കോറിലേക്ക് തന്നെ മാറേണ്ടി വരും. അങ്ങനെ മാറുമ്പോൾ നൈറ്റ് വെച്ച് ഫോർക്കും ചെക്ക് വരികയും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് വൈറ്റ് ഈസിയായിട്ട് വിജയിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പൊസിഷനിൽ മിഖായൽ താൽ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ ഗെയിം നമ്മുടെ ചാനലിൽ കാണിക്കാത്തതിൻ്റെ കാരണം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദീപ് മോനു എന്ന സുഹൃത്തിൻ്റെ നിർബന്ധം കാരണമാണ് ഈ ഗെയിം കാണിച്ചത്. അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.